ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇതെൻ്റെ സ്വന്തം റെസിപ്പി ഒന്നല്ല, ഞാൻ യൂട്യൂബിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ കണ്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടാലോ. ഗൈസ്, അപ്പോൾ ബിരിയാണിക്ക് ആദ്യം വേണ്ടത് നമുക്ക് കുറച്ച് ഉള്ളി വറുത്തെടുക്കണം. അതിന് വേണ്ടത് നമുക്ക് കുറച്ച് നെയ്യ്, അതുപോലെ തന്നെ വേണ്ടതാണ് ഓയിൽ. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ്. അത്യാവശ്യത്തിന് നെയ്യും സൺഫ്ലവർ ഓയിലും. ഇതൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളി. ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ ഉള്ളി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അരി വേവിക്കലാണ്. അതിന് കുറച്ചും കൂടി ഈ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് സ്പൈസസ് ഇട്ട് കൊടുക്കണം. ആദ്യം കുറച്ച് ഗ്രാമ്പു, ഒരു 2-3-4 കോൺസ് മതി കേട്ടോ. പിന്നെ പട്ട, 2 ഏലക്ക, പിന്നെ ഒരു 2 ബേ ലീവ്സ്. ഇതാണ് സ്പൈസസ് ആയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണേ. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് സവാള, കുറച്ച് മതിയേ, ഇട്ടിട്ടുണ്ട്. സവാള ഒരു ഗോൾഡൻ ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാമേ. ഞാൻ ഇപ്പോൾ അവിടെ എടുത്തിട്ടുള്ളത് ബാസ്മതി റൈസാണ്. ഇതൊന്ന് വറുത്തെടുക്കാം. ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി. അരി ഞാൻ 1 മണിക്കൂർ വെള്ളത്തിലെടുത്ത് കുതിർത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇതിലേക്ക് ചേർക്കുക. അരി ചെറുതായിട്ടൊന്ന് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നാരങ്ങ നീരും അതുപോലെ ആവശ്യത്തിന് ഉപ്പും. ഇത് ബസ്മതി റൈസ് ആയതുകൊണ്ട് തന്നെ അരിയിൽ നിന്ന് ഒരു തുള്ളി, ഒരു ഇത്രയൊക്കെ പൊന്തി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് അത് ചെറുതായിട്ട് ഇതേപോലെ ഒന്ന് തിളയ്ക്കണ വരെ കാത്തു വെക്കുക. തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് അടച്ച് വയ്ക്കാം. ഇതവിടെ ഇരിക്കട്ടെ. ഇതിനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം കുക്കായോ ഇല്ലേന്ന്. ഗ്രേവി ഉണ്ടാക്കാനായിട്ട് അതിൽ കുറച്ച് റൈസ് അതിൽ തന്നെ കടന്നോട്ടെ. ആദ്യം കുറച്ച് നെയ്യ്, പിന്നെ
കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതും കൂടി ചേർത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ റൈസ് വേവിക്കുമ്പോൾ ഇട്ട അതേ സ്പൈസസ് തന്നെ ചേർക്കണം. ഗ്രാമ്പു, പട്ട, പിന്നെ ഏലക്കായ. പിന്നെ അതിലേക്ക് ഉള്ളി, സവാള. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയുന്നത്? ഞങ്ങളുടെ നാട്ടിൽ ഉള്ളി എന്നാണ് പറയുക, വെല്ലുള്ളി. ചിലർക്ക് സവാള എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒന്ന് ചെറുതായിട്ട് സവാള വഴന്നു വന്നിട്ടുള്ളൂ. അതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് അരച്ചത് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് അത് വഴറ്റുക. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നാൽ പിന്നെ നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികളായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ചേർക്കണത് ഒരു ടേബിൾ സ്പൂൺ ഇത് ഗരം മസാലയാണ്. ഗരം മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മതി. ഇനി ഈ പൊടികളുടെ പച്ചമണം വരണ വരെ വഴറ്റും. പൊടികളുടെ പച്ചമണം മാറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് നമുക്ക് ഇലകൾ ഇട്ട് കൊടുക്കുക. അതായത് പുതിനയിലയും മല്ലിയിലയും, പിന്നെ തൈര് ഒരു 2 തൈര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതായത് ചിക്കനിലേക്ക് വേണ്ട ഉപ്പ്. ഇത്രയും ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കാം, ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. 10 മിനിറ്റ് വന്നാൽ ചിക്കൻ ഒന്ന് വേവണ വരെ. ചിക്കനൊന്ന് വെന്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഏതാണ്ടൊരു 8-9 മിനിറ്റ് വെച്ച്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ഉള്ളി വറുത്ത് വെച്ചില്ല, അതിനൊരു പകുതി, ഇനി കുറച്ചുള്ളി ഇട്ടെടുക്കാം. പിന്നെ കുറച്ച് നാരങ്ങ നീര്,
ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ ചിക്കൻ്റെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഗൈസ് വെള്ളമൊക്കെ ഒന്ന് വറ്റി ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് ഇലയിലിടാം. മല്ലിയിലും പുതിനയും കുറച്ചിടാം. ഇനി അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് റൈസ് തട്ടി കൊടുക്കാം. കുറച്ച് റൈസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് വീണ്ടും കുറച്ച് മല്ലിയില പുതിനയില പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളി ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുക്കാം. അടുത്ത ലെയർ റൈസിൻ്റെ കൂടെ വീണ്ടും ഉള്ളിയും നമ്മുടെ ഇലകളും. ഇതിൽ ശരിക്കും അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിടാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പം അണ്ടിപ്പരിപ്പ് ഇരിപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ അണ്ടിപ്പരിപ്പ് ഇടാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. കഴിഞ്ഞു. ഇനി അവസാനമായിട്ട് നമ്മുടെ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് നെയ്യ് അപ്പോൾ ഞാൻ അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഏറ്റവും കുറഞ്ഞ തീയിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് തുറന്നു നോക്കാം. ഗൈസ് ബിരിയാണി ആയിട്ടുണ്ട്.